എഐയുടെ കാര്യത്തിലൂടെയാണല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതായത് എന്തിനും എ ഐ, എല്ലാത്തിനും എ ഐ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും എ ഐ. പലർക്കും പേടിയാണ് തങ്ങളുടെ ജോലി എ ഐ കാരണം പോകുന്നുള്ള പേടി. അതുപോലെ എ ഐയെ കുറിച്ച് പല കുപ്രചാരങ്ങളും പരത്തുന്നത്, അല്ലെങ്കിൽ എ ഐയെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ചാറ്റ് GPT യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗെയിം നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. കോഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗെയിമിങ്ങിനെ കുറിച്ചോ യാതൊരു അറിവില്ലാത്ത ഞാൻ സീറോ സ്കില്ലിൽ നിന്നും ഒരു ഗെയിം എങ്ങനെ ചാറ്റ് GPT വെച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ക്രോമിൽ ചാറ്റ് GPT ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് എന്താണ് വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്തു. എനിക്കിവിടെ ഒരു ഗെയിമിന് വേണ്ട CSS-ഉം HTML-ഉം അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റുമാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്തപ്പോൾ നമുക്കവിടെ ലോഡ് ആവുന്നതായിട്ട് കാണാം. ഞാൻ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഗെയിം പറയാത്തതിനാൽ തന്നെ ഇവിടെ റാൻഡമായിട്ട് ഒരു ഗെയിം ചാറ്റ് GPT ഒന്ന് സെലക്ട് ചെയ്യുകയും അതിനുള്ള കോഡ് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ലോഡ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ലോഡായി വന്നതിന് ശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും മുകളിലായിട്ട് HTML-ഉം അതിനുശേഷം അതിന് താഴെയായിട്ട് CSS-ഉം ഏറ്റവും അവസാനമായിട്ട് ജാവാസ്ക്രിപ്റ്റും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കിട്ടിയ കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമിൽ ന്യൂ ടാബിൽ codepen.io എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്നു. ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് കോഡിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ HTML അതുപോലെ തന്നെ CSS, ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ 3 ടാബുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാറ്റ് GPT ഓപ്പൺ ആക്കിയിട്ട് അവിടെ നമുക്ക് ലഭിച്ച കോഡുകൾ ഈ 3 ടാബിലേക്ക് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചാറ്റ് GPT ഓപ്പൺ ആക്കി HTML എന്നുള്ള ഭാഗം കോപ്പി ചെയ്യുന്നു. അതിനുശേഷം വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം HTML അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ CSS-ഉം ജാവാസ്ക്രിപ്റ്റും നമുക്ക് ഫില്ല് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഞാനിപ്പം HTML, CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ടാബിനൊന്ന് മുകളിലേക്ക് പൊക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ടിക് ടാക് ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ് ഇവിടെ ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് റാൻഡമായിട്ട് ഇവിടെ നിന്ന് കളിച്ച് നോക്കാം. ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ ആ കളി എക്സിനെ ജയിപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് ആ ഒരു ജയിച്ചിന് വന്നിട്ടുണ്ട്. ശേഷം റീസ്റ്റാർട്ട് ബട്ടൺ നമുക്ക് കാണാം. അതുപോലെ നമുക്ക് റാൻഡമായിട്ട് എങ്ങനെ കളിച്ചാലും ഇതൊരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഗെയിമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് തോന്നുകയാണ് ഈ ഗെയിമിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചാറ്റ് GPTയിൽ പോയതിന് ശേഷം എന്തെങ്കിലും നമുക്ക് വേണ്ട ചേഞ്ചസ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള കോഡും ചാറ്റ് GPT തരുന്നതായിരിക്കും. അതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചോട് കൂടിയിട്ടുണ്ട് നമ്മുടെ ഗെയിം നമുക്ക് കളിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ചാറ്റ് GPTയും അതുപോലെ തന്നെ ചാറ്റ് GPTയിൽ നിന്ന് ലഭിക്കുന്ന കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ഗെയിം, അതായത് വളരെ ഈസി ആയിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ഒരു ഗെയിമാണ് എങ്കിലും അത് ഞാൻ നിർമ്മിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോഡിങ്ങിനെ കുറിച്ച് യാതൊരു നോളജും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു അറിവുള്ള ഒരാൾക്ക്, കോഡിങ്ങിന് താല്പര്യമുള്ള ഒരാൾക്ക് ഈ ചാറ്റ് GPT അല്ലെങ്കിൽ മറ്റ് AI സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം മികവുറ്റ രീതിയിൽ കോഡിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തരുന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തത്. കോഡിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് ഏത് മേഖലയിലും എന്ത് ജോലിയിലും AIയുടെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എന്ത് കണ്ടന്റാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോകളും ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും.